ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫിൻ്റെ കരൾ വരട്ടിയെടുത്തതാണ്. നമുക്ക് രാത്രി ഡിന്നറിന് ഏത് തരം പത്തിരി ആണെങ്കിലും റൈസ് ആണെങ്കിലും അല്ലെങ്കിൽ കണ്ണൂർ സ്റ്റൈൽ പത്തിലാണെങ്കിലും എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. ചുവന്നുള്ളി അരച്ചെടുത്തിട്ട് ആണ് ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത്. അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ചുവന്നുള്ളി അരച്ചതും കരളും കൂടി ചേരുമ്പോഴുള്ളൊരു പ്രത്യേക ടേസ്റ്റും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ലിവർ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീഫിൻ്റെ കരളും അതുപോലെ തന്നെ കുറച്ച് കിഡ്നിയും ഉണ്ട് ഇതിൽ. ലിവർ മാത്രമല്ല കിഡ്നിയും കൂടെ ഉണ്ട്. കിഡ്നിയും ലിവർ പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി 1 കിലോഗ്രാമാണ് ഉള്ളത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചതാണ്. ലിവർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചെറിയ ചുവന്നുള്ളി തൊലി കളഞ്ഞത് ചേർക്കുകയാണ്. ചെറിയ ഉള്ളി തന്നെ എടുക്കണം, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1.5 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. 1 ടീസ്പൂണിലധികം ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിൽ നിന്നും പകുതി നമ്മൾ നേരത്തെ കഴുകി വെച്ച ലിവറിലേക്ക് ചേർക്കാം. പകുതി മാത്രം ചേർത്താൽ മതി, മുഴുവനും ചേർക്കണ്ട. ഈ ബാക്കി പകുതി നമുക്കിവിടെ മാറ്റി വെക്കാം. നമുക്കിത് ലിവർ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടതാണ്. ഇതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഈ മസാല ലിവറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവച്ചിട്ട് തന്നെ ലിവറിലേക്ക് മസാല നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കണം. നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്ക് ലിവർ റോസ്റ്റ് ഉണ്ടാക്കാം. ലിവറിൽ മസാല പുരട്ടിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയായിരിക്കും ഈ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ച കരളും കിഡ്നിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വെക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ കരിഞ്ഞു പോകും. കാരണം നമ്മളിതിൽ കുറേ അരപ്പ് ചേർത്തിട്ടുള്ളതാണ്. മസാല ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടിക്ക് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലിവറിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് ലിവറിൽ കൂടുതൽ മസാല, അതായത് ഉള്ളിയും ഇതൊന്നും ആവശ്യമില്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടും കഴിക്കാം. ഉള്ളിയൊന്നും ചേർത്ത് വരട്ടിയെടുക്കണം എന്നില്ല, ഇതുപോലെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് കൂടുതൽ സമയം വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ.
ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ലിവർ ഇപ്പോൾ തന്നെ ഒരു 75% വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാൻ തന്നെ തിരിച്ച് അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഉള്ളി ഇതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ലിവറിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം, അതായത് ഈ ഉള്ളിക്കും മറ്റും ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാക്കി അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വഴറ്റുന്നത് ഈ അരപ്പ് ചേർത്തതിന് ശേഷമാണ്. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. ഈ അരപ്പ് ഇങ്ങനെ വഴറ്റി നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ എടുക്കുക. അപ്പോൾ നമുക്ക് ഈ കറിക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ എന്തായാലും അത് ചെയ്യണം, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ തീ കൂട്ടി വെച്ചിട്ട് ഇത് വഴറ്റരുത്. അപ്പോൾ ഇത് ഒരു കരിഞ്ഞതുപോലെയായിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റ് വരെ ഇതുപോലെ നന്നായിട്ട് ഈ അരപ്പ് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. പക്ഷേ കൂടുതൽ സമയം വഴറ്റുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഈ ലിവർ റോസ്റ്റിന് കൂടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റിലധികം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കളറ് നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലിവറും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ലിവർ ചേർത്തതിന് ശേഷവും ഒരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയും ലിവറും കൂടി നന്നായിട്ട് ഒരേപോലെ മിക്സായി വരണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വരെ തിളച്ച വെള്ളം ചേർക്കാം. എന്നിട്ട് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ലിവർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ലിവർ മാക്സിമം ഒരു 20 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് കുറേ ഭാഗം വെന്തതുകൊണ്ട് ഇനി 10 മിനിറ്റ് മതിയാകും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ലിവറും കിഡ്നിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നന്നായി വെന്തിട്ടുണ്ട്. നല്ല മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. ഫ്രഷ് തേങ്ങാപ്പാൽ തന്നെ ചേർക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വരട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം കൂടി കറിവേപ്പില ചേർക്കാം. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് ഫ്രഷായിട്ട് ചതച്ച് ചേർത്താലും മതി. 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ച വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ലിവർ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റുകയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരൾ വരട്ടിയത് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ ഇതെന്തായാലും മിസ് ചെയ്യരുത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കരൾ വരട്ടിയതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ 1/2 കപ്പിന് പകരം 1 കപ്പ് ചേർത്താൽ മതി. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അതുപോലെ തന്നെ കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് ചതച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിൻ്റെ കൂടെയും, ഏത് റൊട്ടിയാണെങ്കിലും റൈസ് ആണെങ്കിലും എന്തിൻ്റെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്കറിയുന്ന എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്